തൃശൂർ പാലപ്പിള്ളിയിൽ മാലിന്യക്കുഴിയിൽ വീണ കുട്ടിയാന ചരിഞ്ഞു. 4 മണിക്കൂർ നീണ്ട ശ്രമമാണ് വിഫലമായത്. വീണപ്പോൾ ഏറ്റ പരുക്ക് മരണകാരണമായിരിക്കാമെന്നാണ് സൂചന. ആനന്ദ് പുത്തൂർ ചേരുന്നത്. ആനന്ദ്, ഈ കഴിഞ്ഞ 4 മണിക്കൂർ വളരെയധികം നിർണായകമായിരുന്നു. കുട്ടിയാനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആന ചരിഞ്ഞിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും എന്തായാലും അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഈ കുട്ടിയാന തൃശൂർ പാലപ്പിള്ളിയിലെ വനപ്രദേശത്തോട് ചേർന്ന ആൾതാമസമില്ലാത്ത ഒരു വീടിന്റെ മാലിന്യക്കുഴിയിൽ, അതായത് സെപ്റ്റിക് ടാങ്കിൽ വീഴുന്നത്. ഈ ആന വീഴുന്നത് തിരിഞ്ഞുകൊണ്ടാണ്, അതായത് തല തിരിഞ്ഞുകൊണ്ടാണ് ആന കുഴിയിലേക്ക് വീഴുന്നത്. ആ പരിക്കുകൾ, ആ വീഴ്ചയിൽ തന്നെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. അതീവ അവശ നിലയിലായിരുന്നു. 4 മണിക്കൂറോളം നീണ്ട ഒരു ശ്രമങ്ങൾ തന്നെയാണ് തുടക്കം മുതൽ നടത്തിയിരുന്നത്. ഫോറസ്റ്റ് അധികൃതരും അതുമായി ബന്ധപ്പെട്ടുള്ള നാട്ടുകാരും സംഘവും എല്ലാം ഒരു സംയുക്തമായിക്കൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് എത്തുകയും തുടർന്ന് ഈ കുഴി വലുതാക്കാനുള്ള ഒരു ശ്രമമാണ് തുടക്കം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ചുകൊണ്ട് ഈ ചെറിയ കുഴി വലുതാക്കിയെങ്കിലും ഈ ആനയുടെ ഒരു ശാരീരിക അവസ്ഥ വളരെ മോശമായതുകൊണ്ട് തന്നെ സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത തരത്തിലേക്കായിരുന്നു അതിന്റെ ഒരു നില. ഇത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ വളരെ പ്രതികൂലമായി തുടക്കത്തിൽ തന്നെ ബാധിച്ചിരുന്നു. പിന്നീട് അടുത്ത സമയം എന്ന നിലയ്ക്ക് ഈ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിയതിനു ശേഷം ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആനയെ വടം ഉപയോഗിച്ചുകൊണ്ട് പൊക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും മുമ്പാണ് ഈ ആന തിരിഞ്ഞ ഒരു വാർത്ത തിരിയുന്നത്. വളരെ സങ്കടകരമാണ്. ഫോറസ്റ്റ് അധികൃതർ എല്ലാം കൃത്യമായിട്ടുള്ള നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി തന്നെ ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട ഒരു പ്രവർത്തനം, ആ ഒരു രക്ഷാപ്രവർത്തനം വിഫലമായതിൽ വളരെ സങ്കടമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പൊതുവെ നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇനി എന്താണ് ആനയുടെ മരണകാരണം എന്നതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. വീഴ്ചയിൽ എന്തായാലും ആനയ്ക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റുകൾ ഏറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. ഇത് വീഴ്ചയിലുണ്ടായ പരിക്കാണോ മരണകാരണം, അതല്ല മറ്റെന്തെങ്കിലും കാരണമാണോ ആനയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്നാലും ഈ 4 മണിക്കൂർ നീണ്ട ഈ രക്ഷാപ്രവർത്തനം വിഫലമായിരിക്കുന്നു. രാവിലെ കുഴിയിൽ വീണ ഈ കുട്ടിയാന ചെരിഞ്ഞിരിക്കുന്നു. അനന്ത്, ഈ പ്രദേശത്തെ കാട്ടാന ശല്യം എത്രത്തോളം രൂക്ഷമാണ്? മാത്രവുമല്ല, ഇത് പഴയ ഒരു സെപ്റ്റിക് ടാങ്ക് ആയിരുന്നല്ലോ. ഇത് ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു കെണിയാണോ? അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇനിയുള്ള ഘട്ടങ്ങളിൽ ഉണ്ടാകും അല്ലേ? വളരെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. അതീവ സാന്ദ്രതയില്ലെങ്കിലും ആൾതാമസം അവിടെ ഇവിടെയുള്ള ഒരു ഏരിയ തന്നെയാണ്. ഈ ആന വീഴുന്നത് പൊതുവെ കാട്ടിലേക്ക് ഇറങ്ങിയ ആന സ്വാഭാവികമായും നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുഴിയിലേക്ക് വീണത്. സെപ്റ്റിക് ടാങ്കാണ്, പക്ഷേ ഈ വീട്ടിൽ ആൾതാമസം ഇല്ല. അതുകൊണ്ട് കാലങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടന്നിരിക്കുകയായിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും വരും മണിക്കൂറുകൾ തന്നെയാണ് വ്യക്തമാവുകയുള്ളൂ. എങ്ങനെയാണ് ഈ കുഴിയിലേക്ക് വീണത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ 4 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായിരിക്കുന്നു എന്നുള്ള സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ നിമിഷം നമുക്ക് അറിയാനുള്ളത്. ആനയുടെ മരണകാരണത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആനന്ദ്, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ഇതിനു ശേഷം ലഭിച്ചിട്ടുണ്ടോ? ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ പാലപ്പിള്ളിയിൽ മാലിന്യക്കുഴിയിൽ വീണ് കുട്ടിയാന ചരിഞ്ഞു. 4 മണിക്കൂർ നീണ്ട ശ്രമമാണ് വിഫലമായത്. വീണപ്പോൾ ഏറ്റ പരുക്ക് മരണകാരണമായിരിക്കുമെന്നാണ് സൂചന. മാത്രവുമല്ല, ഇത് ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത കുഴിയാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ കാട്ടാന ശല്യം എത്രത്തോളം രൂക്ഷമാണ്, ഇതിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. കാരണം ആനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പഴയ സെപ്റ്റിക് ടാങ്കിലാണ് കുട്ടിയാന വീണത്. 4 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം അവിടെ നടന്നുവെങ്കിലും രക്ഷാദൗത്യം വിഫലമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുകയാണ്. കാട്ടാന ചരിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ വിശദാംശങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, ഈ മരണകാരണം ഈ കുഴിയിൽ വീണപ്പോൾ ഉണ്ടായ മുറിവുകൾ അല്ലെങ്കിൽ ആഘാതമേറ്റതാകാം എന്നാണ് പ്രാഥമികമായ നിഗമനം. ആനന്ദ്, ഈ ഒരു വിഷയത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങൾ തേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ പറയുന്നുണ്ടോ? ായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അറിയാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ ആന രാവിലെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക്, അതായത് ഭക്ഷണത്തിന്റെ ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുന്നതിനിടയ്ക്ക് ഈ കുഴിയിൽ വീണതാവാം
എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. ഇനി ഈ കുഴി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആൾ താമസമില്ലാതെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇനി എന്തെങ്കിലും ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ അത്തരത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലെ കുറിച്ചെല്ലാം തീർച്ചയായിട്ടും ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ. അതിന്റെ എല്ലാം അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആനയെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിക്രമങ്ങളുടെ ഘട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ആദ്യം ആനയെ കുഴിയിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റൊരു വാഹനത്തിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള സർജന്മാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഡോക്ടർമാരും വെറ്ററിനറി ഡോക്ടർമാരും എല്ലാം ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുകയും. തൃശ്ശൂരിൽ നിന്ന് ദുഃഖവാർത്തയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റിക് ടാങ്കിൽ വീണ കുട്ടിയാന ചരിഞ്ഞു. 4 മണിക്കൂർ നീണ്ട രക്ഷാ ദൗത്യം വിഫലമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്.